ഒപ്പം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി അനീഷ് നമുക്ക് തരാനുള്ളത് മംഗളൂരു കോയമ്പത്തൂർ സ്ഫോടന കേസിൽ NIA അന്വേഷണം തുടരുമ്പോൾ വലിയ രീതിയിലുള്ള റെയ്ഡ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ NIA നടത്തുന്നുണ്ട്. ഇതിൽ മംഗളൂരു കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നടത്തിയ റെയ്ഡിൽ 2 പേരെ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഇന്നലത്തെ റെയ്ഡിന്റെ വിശദാംശങ്ങൾ? എങ്ങനെയാണ്? ഇന്നും ആ റെയ്ഡ് തുടരുമോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? റെയ്ഡ് ഇന്ന് തുടരുന്നത് സംബന്ധിച്ച കൃത്യമായൊരു വിവരം അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം നമുക്ക് NIA നിന്ന് ലഭ്യമല്ല. എന്തായാലും ഇന്നലെ 2 പേരെ കസ്റ്റഡിയിലെടുത്തത് സംബന്ധിച്ച ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ഇത് ഒന്ന് ആലുവ സ്വദേശിയായ DYSP ഓഫീസിന് സമീപം താമസിക്കുന്ന പിണ്ടി അശോകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അശോകനെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇതിനെയും റെക്കോർഡ് ചെയ്തോ അല്ലെങ്കിൽ ഏത് സമയത്ത് കോടതിയിൽ ഹാജരാക്കും എന്നത് സംബന്ധിച്ചൊരു വിശദാംശം ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല. എന്തായാലും ഇയാളിൽ നിന്ന് 2 മൊബൈൽ ഫോണുകളും 2 സിം കാർഡുകളും NIA കണ്ടെടുത്തിരിക്കുന്നു. ഒപ്പം ഇദ്ദേഹത്തിൻ്റെ വോട്ടർ ID അടക്കമുള്ള മറ്റ് തിരിച്ചറിയൽ രേഖകളും കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് വിവരം. എന്തായാലും ഏത് തരത്തിലാണ് ഈ മംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഈ അശോകന് ബന്ധം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് NIAക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് എത്താൻ കഴിയുക. കാരണം മുഹമ്മദ് ഷാരിഖ് പലതവണയായി കേരളത്തിലെത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ പ്രഷർ കുക്കർ ബോംബ് പൊട്ടി ഉള്ള സ്ഫോടനം ഉണ്ടാകുന്നതിനും മുമ്പ് കൊച്ചിയിൽ സന്ദർശനം നടത്തിയെന്ന കൃത്യമായ വിവരം NIAക്കും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനും ലഭിച്ചിരുന്നു. എന്തായാലും ആ ഷാരിഖുമായി എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അശോകനുണ്ടായിരുന്നു എന്നാണ്. കാരണം കുഴൽപ്പണ ഇടപാടുകളൊക്കെ നടത്തുന്ന ഈ പലിശയ്ക്ക് പണം നൽകുന്ന പണം ഉപയോഗിച്ച് വലിയ തോതിൽ ചീട്ട് കളിക്കുന്ന ആളൊക്കെയാണ് അശോകൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ഒപ്പം ആലുവ വേഴപ്പള്ളിയിലെ റിയാസ് എന്നയാളെയാണ് മറ്റൊരാൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾ ഈ SDPയുടെ പ്രവർത്തകനാണ്. റിയാസിൻ്റെയും ഭാര്യയുടെയും ഫോണുകൾ NIA പിടിച്ചെടുത്തിരുന്നു. പാസ്പോർട്ട് കണ്ടുകിട്ടുകയും ചെയ്തിട്ട് ഇയാൾക്ക് ബംഗളൂരു സ്ഫോടനമടക്കമുള്ള ചില കാര്യങ്ങളുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ കണ്ടെത്തുകയും പിന്നീട് വിചാരണയിൽ ഒഴിവാക്കപ്പെടുകയും ഒക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ടൊരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസുകളിലൊരു പശ്ചാത്തലം ഇയാൾക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ ബിനാനുപുരം സ്വദേശിയായ നിസാമുദ്ദീൻ എന്നയാളുടെ വീടിലും ഫ്ലാറ്റിലും ഈ പറവൂർക്കവരയിലുള്ള ഫ്ലാറ്റിലും ഇന്നലെ NIA റെയ്ഡ് നടത്തിയിരുന്നു. ഇയാളോട് ഇന്ന് NIAക്ക് മുമ്പാകെ ഹാജരാവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം എടത്തല സ്വദേശിയായ അമീൻ എന്ന ആളെയും ഇന്നലെ അയാളുടെ വീട്ടിലും NIA റെയ്ഡ് നടത്തിയിട്ടുണ്ട്. നമുക്ക് കൊച്ചിയിൽ നിർണായകമാണ്, നിരവധി വിഷയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട